GST ബജറ്റ് ഉത്സവത്തിന് രാജ്യത്ത് നാളെ മുതൽ തുടക്കമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 95% ഉൽപ്പന്നങ്ങളും 5% നികുതിയിൽ ലഭ്യമാകും. സംസ്ഥാന സർക്കാരിനും വികസനത്തിന്റെ വഴിയിൽ ചേർന്ന് നിൽക്കാനാകും എന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്ക്. रिफॉर्म एक अनवरत चलने वाली प्रक्रिया होती है. जब समय बदलता है, देश की जरूरत बदलती है, तो नेक्स्ट जनरेशन रिफॉर्म भी उतने ही आवश्यक होते हैं. इसलिए देश की वर्तमान जरूरतों और भविष्य के सपनों को देखते हुए जीएसटी के ये नए रिफॉर्म्स लागू हो रहे हैं. नए स्वरूप में मुख्य रूप से अब सिर्फ 5% और 18% के ही टैक्स स्लैब रहेंगे. इसका मतलब है रोजमर्रा के इस्तेमाल की ज्यादातर चीजें और सस्ती हो जाएगी. खाने पीने का सामान, दवाइयां, साबुन, ब्रश, पेस्ट, स्वास्थ्य और जीवन बीमा, ऐसे अनेकों सामान, अनेकों सेवाएं या तो टैक्स फ्री होगी या फिर केवल 5% टैक्स देना होगा. जिन सामानों पर पहले 12% टैक्स लगा करता था, उसमें से 99% यानी करीब 100 के निकट 99% चीजें अब 5% टैक्स के दायरे में आ गई है. വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, സാധാരണക്കാരെ വളരെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിഷ്കാരമാണ് നാളെ മുതൽ നടക്കാൻ പോകുന്നത്. 99% ഉൽപ്പന്നങ്ങളും 5% GSTയിൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ 99% സാധനങ്ങളുടെയും വില കുറയുകയാണ്. സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുകയാണ്. നാളെ എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് വരാൻ പോകുന്നത്? നിലമ, രാജ്യത്ത് വിപണിയിൽ വ്യാപാര മേഖലയിൽ ഒരു വലിയ മാറ്റം, വിപ്ലവകരമായ മാറ്റമാണ് നാളെ മുതൽ വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരുമെല്ലാം തന്നെ അത്തരത്തിലൊരു വിശേഷമാണ് GST പരിഷ്കരണത്തെ നൽകിയിട്ടുമുള്ളത്. അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇന്ന് പ്രധാനമന്ത്രി നടത്തുന്നു. അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഗുണഫലം ലഭിക്കുന്ന തരത്തിലാണ് GST പരിഷ്കരണം നടപ്പാക്കുന്നത്. അതിൽ നിത്യോപയോഗ സാധനങ്ങളിൽ 99% ഉൽപ്പന്നങ്ങൾക്കും നികുതി 5% കുറയുകയോ അല്ലെങ്കിൽ നികുതി പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ട്. GST പരിഷ്കരണത്തിലൂടെ 413 ഉൽപ്പന്നങ്ങൾക്കാണ് വലിയ രീതിയിൽ വില കുറയുന്നത്. അത് വിവിധ മേഖലകളിൽ, അത് വാഹനങ്ങൾ കൊണ്ട് ആരോഗ്യ മേഖലയിൽ ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ, ധാന്യങ്ങൾ ഉൾപ്പെടെ ഭക്ഷ്യവസ്തുക്കൾ, അങ്ങനെ വിവിധ മേഖലകളിലായി 413 ഉൽപ്പന്നങ്ങളുടെ വില കുറയും. അതിൽ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ 295 നിത്യോപയോഗ സാധനങ്ങളിൽ അത് 12% നികുതി സ്ലാബിലുണ്ടായിരുന്ന ആ 295 ഉൽപ്പന്നങ്ങൾ ഒന്നുകിൽ 5% കുറയും, അതല്ലെങ്കിൽ പൂർണ്ണമായും നികുതി ഒഴിവാക്കും. അത്തരത്തിലും വിപണിയിൽ സാധാരണക്കാരന്, ഒരു കടയിൽ ചെന്ന് സാധാരണക്കാരൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ വിലക്കുറവ് പ്രകടമാകുന്ന രീതിയിൽ ഒരു വിപ്ലവകരമായ മാറ്റമാണ് രാജ്യത്ത് കൊണ്ടുവരുന്നത്. നികുതി ഘടനയിൽ വലിയ മാറ്റം വരുന്നു. GST പരിഷ്കരണത്തെക്കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചത് തന്നെ അത്തരത്തിലാണ്. ഒരു ഇതിഹാസ യാത്രയിലാണ് ഭാരതം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് GST പരിഷ്കരണം. 2017 GST ഏർപ്പെടുത്തുമ്പോൾ, നികുതി ഏകീകരണം കൊണ്ടുവരുമ്പോൾ അതിന് വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതൊരു ഇതിഹാസ യാത്രയുടെ തുടക്കമായിരുന്നു. നേരത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ നികുതികൾ, ഒരേ ഉൽപ്പന്നത്തിന് തന്നെ വിവിധ നികുതി ഉണ്ടായിരുന്നു. അത് വില വർധനവിന് കാരണമായിരുന്നു. ചരക്ക് നീക്കത്തിന് അത് വലിയ ബുദ്ധിമുട്ടുകൾ കാരണമായി. ചെക്ക് പോസ്റ്റുകളിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് നികുതി ഏകീകരണം, GST, ഒരു രാജ്യം ഒരു നികുതി കൊണ്ടുവന്നു. ഇന്ന് ആ ഇതിഹാസ യാത്രയിൽ ഒരു പുതിയ ചുവടുവെപ്പ് കൂടി ചേർക്കുകയാണ് GST പരിഷ്കരണത്തിലൂടെ. സാധാരണക്കാരിന് പോലും നിത്യോപയോഗ സാധനങ്ങളിൽ വിലക്കുറവുണ്ടാകുന്നു. അതായത്
അതായത് സാധാരണക്കാരന്റെ നികുതി ഭാരം കുറച്ചുകൊണ്ട് അവന്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും അതിലൂടെ കേന്ദ്ര സർക്കാരിന് ചില നികുതി വരുമാനത്തിൽ ഇടിവുണ്ടാകും എങ്കിൽ പോലും ഉപഭോഗത്തിന്റെ വളർച്ചയിലൂടെയും കയറ്റുമതിയും ഉൽപാദന വർധനവിലൂടെയും ആ നഷ്ടം നികത്താനാകും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നത്. നീലിമ. ശരി, പൗരദേവോഭവ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ വൻ നികുതി ഇളവിന്റെ കാര്യങ്ങൾ രാജ്യത്തോട് വിശദീകരിച്ചത്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.